ഞങ്ങളുടെ ഫസ്റ്റ് ഈസ്റ്റേൺ യൂറോപ്പ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ ജർമ്മനിയിലെ ഹാംബുർഗ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഉള്ളത്. ഇവിടുന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രാഗാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 630 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ഹൈവേസ് അല്ലെങ്കിൽ ഓട്ടോബാനിൽ ഓരോ 50 കിലോമീറ്റേഴ്സിനുള്ളിൽ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊപ്പം വിശാലമായൊരു പാർക്കിങ്ങും പിന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റും ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു 300 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ നമ്മൾ ജർമ്മൻ ബോർഡർ ക്രോസ് ചെയ്ത് ചെക്കിൽ കയറി. ഇനി ഇവിടുന്ന് കാറും കൊണ്ട് പോകണമെങ്കിൽ ഹൈവേ ടോൾ ടിക്കറ്റ് എടുക്കണം. അതിനിവിടെ വിഗ്നെറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ വിഗ്നെറ്റ് എടുക്കാൻ പെട്രോൾ പമ്പിൽ കയറുവാണ്. ക്ലൈമറ്റൊക്കെ പെട്ടെന്നങ്ങ് മാറി. ഇത്ര നേരം ക്ലിയർ ആയിരുന്നു, പെട്ടെന്ന് തണുപ്പായി, സ്നോ ആയി. ഇത് മുഴുവൻ സ്നോ ആണ്. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ പ്രാഗ് കാണാൻ ഇറങ്ങിക്കുക. വരുന്ന വഴിക്ക് 2 പോലീസ് കുതിരകൾ നിൽക്കണം. ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പോലീസ് എന്നുള്ള അഹങ്കാരമൊന്നുമില്ല കേട്ടോ. പാവം ക്യൂട്ട് ഫ്രണ്ട്ലി കുതിരകളാണ്. എന്തായാലും കൊള്ളാം. പ്രാഗിലെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് കൂടുതൽ കണ്ടത് ട്രാമുകളാണ്. ബസ്സിനേക്കാളും ഒക്കെ കൂടുതൽ ട്രാമുകളാണ് ഒരുപാട് കണ്ടത്. പക്ഷെ നമുക്ക് കാണേണ്ട മെയിൻ ഡെസ്റ്റിനേഷനൊക്കെ നടക്കുന്ന കാണാവുന്ന ദൂരത്ത് ആയതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രാഗിലെ വൺ ഓഫ് ദ മസ്റ്റ് സീ അട്രാക്ഷൻസിൽ ഒന്നായ പൗഡർ ടവർ ആണ് ഈ കാണുന്നത്. പ്രാഗിൻ്റെ 13 സിറ്റി ഗേറ്റ്സിൽ ഒരെണ്ണമാണ് പൗഡർ ടവർ. ഇത് 1975 പണി കഴിപ്പിച്ച ഒരു ടവറാണ്. പിന്നെ 17th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ ഗൺ പൗഡർ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ പൗഡർ ടവർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പ്രാഗിൻ്റെ മുനിസിപ്പൽ ഹൗസ്. പ്രാഗിൽ ഇതുപോലെ ധാരാളം വിൻറ്റേജ് കാർസ് കാണാം. സിറ്റി റൈഡ്സ് തന്നെ വരെ നമുക്ക് വിളിക്കാം. സിറ്റി മൊത്തം ഈ കാറിൽ കറങ്ങാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് ഒരു 1.5 മണിക്കൂറിന് 150 യൂറോസ്, ഏകദേശം നാട്ടിലെ 12,000 രൂപ വരും. ഞങ്ങൾ എന്തായാലും കയറിയില്ല. പക്ഷേ വിൻറ്റേജ് കാർസ് ക്രേസ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രാഗിൽ വരുമ്പോൾ പ്രാഗിൻ്റെ ഇടനാഴികളൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ കുറേ ഹിഡൻ ജെംസ് കാണാൻ പറ്റുമെന്ന് ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇടവഴി ഒന്ന് കയറി നോക്കട്ടെ. ഒരു പഴയ ചേർച്ചാണെന്ന് തോന്നുന്നു. ചുറ്റുപാടും പഴയ ബിൽഡിങ്സ് ഒക്കെയാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പ്രാഗിലെ മറ്റൊരു അട്രാക്ഷനായ കാഫ്കാസ് ഹെഡാണിത്. ഫ്രാൻസ് കാഫ്ക ചെക്കിൽ ജീവിച്ചിരുന്ന ഒരു ജർമ്മൻ റൈറ്റർ ആയിരുന്നു. 1920s TB വന്ന് അദ്ദേഹം മരിച്ചുപോയി. സോ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 2014 പണി കഴിപ്പിച്ച ഒരു സ്റ്റാച്ചു ആണിത്. 42 സ്റ്റീൽ പ്ലേറ്റ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്ലേറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജമ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ജമ്പിൾ ചെയ്ത് ഒരു പോയിന്റിൽ അലൈനായി കാഫ്കയുടെ ഹെഡ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ കുറേ വട്ടം ചുറ്റി. ഗൂഗിൾ മാപ്പ് കുറേ വട്ടം ചുറ്റിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. പ്രാഗിൽ വന്ന് ഏറ്റവും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ചാൾസ് ബ്രിഡ്ജ്. അടുത്ത നമ്മൾ ചാൾസ് ബ്രിഡ്ജിലേക്കാണ് പോണത്. അങ്ങോട്ടുള്ള വഴി ഭയങ്കര നാരോ ആയിട്ട് ഒരു ഇടനാഴിയാണ്, ടൈൽസ് ഒക്കെ വിരിച്ചിട്ട്. ചുറ്റുവട്ടവും ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. സുവനീർ ഷോപ്സും റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഒരു പക്ക ടൂറിസ്റ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ചാൾസ് ബ്രിഡ്ജ് കാണാം.
ചാൾസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ടവറിൻ്റെ പേര് ഓൾഡ് ടൗൺ ബ്രിഡ്ജ് ടവർ എന്നാണ്. അതായത് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കുള്ള ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ഈ ടവറിന് മുകളിൽ നമുക്ക് കയറാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് മേളിൽ കയറി നമുക്ക് ദ സിറ്റി വ്യൂ കാണാൻ പറ്റും. ചാൾസ് ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങുന്നത്. 45 വർഷങ്ങൾക്ക് ശേഷം 1402 ബ്രിഡ്ജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സ്റ്റോൺ കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ. ഇപ്പോൾ പെഡസ്ട്രിയൻസിന് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ, വാഹനങ്ങളൊന്നും അലൗഡ് അല്ല. ഇത് വിൽത്താവ നദിക്ക് എക്രോസ് ആയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും പില്ലേഴ്സിലായിട്ട് ഒരു 30 സ്റ്റാച്യൂസ് ഉണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ആണെന്നാണ് പറയണത്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ സ്റ്റാച്യൂവിൽ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വരണ 200 വർഷത്തേക്ക് നമുക്ക് ഭയങ്കര ഭാഗ്യമായിരിക്കും എന്ന് പറയണം. ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ആദ്യം പറഞ്ഞില്ലേ, ഈ ഒരു ബ്രിഡ്ജ് നടക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് അവർ കീപ്പ് ചെയ്യണത്. സോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടായിട്ട്, അതായത് ഇപ്പോൾ ട്രാമുകൾക്കും ബസ്സുകൾക്കും ബാക്കി വണ്ടികൾക്കും പോകാനായിട്ട് ഇതിനപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേറെ കുറേ ബ്രിഡ്ജസും ഇവർ പണിതിട്ടുണ്ട്. അത് നമുക്ക് 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നടന്ന് ചാൾസ് ബ്രിഡ്ജിൻ്റെ ക്യാസലിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ ഒരു ബ്രിഡ്ജ് ടവർ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ പ്രാഗിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ നമുക്കൊന്ന് കയറി നോക്കാം. ടവറിൽ കയറാൻ ലിഫ്റ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ കയറി നമ്മളിപ്പോൾ ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലെ 3 ലെവലിൽ കയറണം. ഈ ക്യാമറയും പിടിച്ച് കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിനി മുകളിൽ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലെസർ ടൗൺ ബ്രിഡ്ജ് ടവറിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാഗിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സൈഡും കാണാൻ പറ്റും. താഴെ കാണുന്നത് നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്രാഗ് കാസിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന ടൗൺ എന്ന് പറയുന്നത് ലെസർ ടൗൺ ആണ്. അവിടെയാണ് പ്രാഗ് കാസിൽ ഉള്ളത്.
ഇതാണ് ചാൾസ് ബ്രിഡ്ജ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ആ സൈഡ് ഓൾഡ് ടൗൺ ആണ്. ഓൾഡ് ടൗണിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ പ്രാഗ് ക്യാസലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രാഗ് ക്യാസലിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെ 2 ഗാർഡുകൾ നിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാർഡ് ചേഞ്ചിങ് പരേഡ് നടക്കും ഇവിടെ. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഞങ്ങൾക്ക് എന്തായാലും അത് മിസ്സായി. പ്രാഗിലെ വളരെ പ്രശസ്തമായ സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗോത്തിക് ആർക്കിടെക്ചറിൽ പണിതൊരു കത്തീഡ്രലാണിത്. ക്യാസലിൻ്റെ ക്യാമ്പസിനകത്ത് തന്നെയാണ് ചർച്ചും കാണുന്നത്. ചെക്കിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. നമ്മളിപ്പോൾ ചർച്ചിൻ്റെ അകത്ത് കയറി. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഒരു പഴയ കാലത്ത് എത്തിയൊരു ഫീലുണ്ട്. നല്ല 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 ഹൈറ്റ് ഉണ്ട് ഈ ചർച്ചിന്. പിന്നെ ചുറ്റുമുള്ള ഗ്ലാസ്സിലൊക്കെ കുറേ ഗ്ലാസ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി കാര്യം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുന്ന പോലെ ഇവിടെയും മെഴുകുതിരി ഉണ്ട്. പക്ഷേ ഇത് സാധാരണ മെഴുകുതിരി അല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ 50 സെൻറ്റ് അല്ലെങ്കിൽ €1, €2 ഇടുന്നതിനനുസരിച്ച് 1, 2 അല്ലെങ്കിൽ 5 മെഴുകുതിരികൾ 15 മിനിറ്റ് നേരം കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനകത്ത് തീയല്ല, ഇതിനകത്ത് എന്തോ LED ബൾബാണ്. അപ്പോൾ നമ്മുടെ നാളം കിടന്നിങ്ങനെ കത്തുന്നത് പോലെ ഈ ബൾബുകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സാധാരണ മെഴുകുതിരിയാണെന്നേ നമുക്ക് തോന്നുള്ളൂ. അതാണ് ഇവിടുത്തെ മെഴുകുതിരി. കാസൽ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് ഓൾഡ് ടൗണിലേക്ക് പോവുകയാണ്. അവിടെ ഇനി കാണാനുള്ളത് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ആണ്.
ചാൾസ് ബ്രിഡ്ജിൽ നിന്നും ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് പോകുന്ന വഴിക്ക് കാണാനുള്ള വേറൊരു അട്രാക്ഷനാണ് ടോർച്ചർ മ്യൂസിയം. ടോർച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡീവിയൽ ഏജസിൽ ആൾക്കാരെ പണിഷ് ചെയ്യാൻ വേണ്ടി, തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് അതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക, പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കണ്ടതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയ ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. ഒരു ചെയറാണ്, അതിൽ മുഴുവൻ മുള്ളുകളാണ്. പനിഷ് ചെയ്യേണ്ട ആളെ ഈ ചെയറിലിരുത്തും, കാലും കൈയൊക്കെ അതിലാണ്ട് ലോക്ക് ചെയ്യും. താഴെ ഒരു തടി കണ്ടില്ലേ, ആ തടിയുടെ രണ്ടറ്റത്ത് 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അയാളുടെ കാലുകളിലേക്ക് തിരിച്ച് കയറ്റുമ്പോൾ ആ തടി അങ്ങ് അമരും. അങ്ങനെ അയാളുടെ ദേഹം മൊത്തം ഈ മുള്ളുകൾ തറച്ച് കയറും. എന്താല്ലേ, കൊല്ലാനുള്ള രസകരമായ വഴികൾ. അങ്ങനെ നമ്മളിപ്പോൾ ഓൾഡ് ടൗൺ സ്ക്വയറിലെ അസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള അസ്ട്രോണമിക്കൽ ക്ലോക്ക് പ്രാഗിലാണുള്ളത്. അസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ സമയം മാത്രമല്ല, സണ്ണിൻ്റെ പൊസിഷൻ, മൂണിൻ്റെ പൊസിഷൻ, എർത്തിൻ്റെ പൊസിഷൻ എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഓരോ മണിക്കൂറിലും ഇത് ക്ലോക്ക് ബെല്ലടിക്കും. എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലോക്കിന് 2 സൈഡിലും 4 സ്റ്റാച്യൂസ് ഉണ്ട്. അതിലൊരു സ്കെലിറ്റൺ ഉണ്ട്. സ്കെലിറ്റനാണ് ബെല്ലടിക്കണത്. സ്കെലിറ്റൺ റെപ്രസെൻറ്റ് ചെയ്യണത് ഡെത്തിനെയാണ്, അതായത് മരണം വന്ന് വിളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒപ്പം ബാക്കി 3 പേരുണ്ട്. ഈ 3 സ്റ്റാച്യൂസ് റെപ്രസെൻറ്റ് ചെയ്യണത് വാനിറ്റി, ഗ്രീഡ്, പിന്നെ ലസ്റ്റ്. സോ ഈ സ്കെലിറ്റൺ ബെല്ലടിക്കുമ്പോൾ ബാക്കി 3 പേരും തലയാട്ടി കാണിക്കും, അതായത് ഞങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ക്ലോക്കിനെ ചുറ്റിപ്പറ്റി കുറച്ച് അന്ധവിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ക്ലോക്ക് ഇപ്പോൾ ആരും നോക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ വർക്കിംഗ് അല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ സിറ്റി തന്നെ നശിച്ചു പോകുന്നതാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ നശിച്ചു പോയാൽ അതിനെ രക്ഷിക്കാൻ ന്യൂ ഇയർ ഈവിൽ ജനിക്കുന്ന ഒരു ആൺകുട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞു കേട്ടതാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസ് സമയത്ത് യൂറോപ്പിലെ ഏതൊരു സിറ്റിയിൽ പോയാലും അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും. ഇവിടെ ആൾക്കാർ ചൂട് സ്നാക്സൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റ്. പ്രാഗിലെ ഓൾഡ് ടൗൺ സ്ക്വയറിലെ ക്രിസ്മസ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാനും അതുപോലെ ഹെർബ്സ് ഒക്കെ ഇട്ട് ചൂടാക്കി ഉണ്ടാക്കിയ ഇവിടുത്തെ ചൂട് വൈൻ കുടിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റ്. നിങ്ങൾ യൂറോപ്പിൽ വരുന്നത് ക്രിസ്മസ് ടൈം ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ കുറേ സ്റ്റോൾസ് ഉണ്ട്. അതായത് ഫുഡ് കിട്ടുന്ന സ്റ്റോൾസ്, ബ്ലൂ വൈൻ കിട്ടുന്ന സ്റ്റോൾസ്, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ്സ്, വൂൾ ആൻഡ് പ്രോഡക്ട്സ്, നല്ല വിൻ്റർ തൊപ്പിയൊക്കെ കിട്ടുന്ന സ്റ്റോൾസൊക്കെ ഉണ്ട്. അതുകൂടാതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു സ്റ്റേജ് ഉണ്ട്. ഇവിടെ ലൈവ് ബാൻഡ് പെർഫോമൻസ് ഒക്കെ നടക്കും. ക്രിസ്മസ് ക്യാരൽസ് ഒക്കെ എപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ്. അതിന് താഴെ ഒരു പുൽക്കൂട് സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡാണ് എപ്പോഴും ക്രിസ്മസ് മാർക്കറ്റിൽ.
ഇപ്പം നമ്മൾ ഓൾഡ് ടൗൺ ഒക്കെ വിട്ട് പ്രാഗ് സിറ്റിയുടെ മോഡേൺ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വിൻസലർ സ്ക്വയർ ആണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ വേറൊരു ക്രിസ്മസ് മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് ടൗൺ സ്ക്വയറിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അത്രയൊന്നും വരില്ല കേട്ടോ. ഇത് ചെറിയ ക്രിസ്മസ് മാർക്കറ്റാണ്. ഓൾഡ് ടൗണിലെ ക്രിസ്മസ് ട്രീ ഒക്കെ കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിരുന്നു. ഇത് ചെറിയ ക്രിസ്മസ് ട്രീയാണ്. ഇതാണ് വിൻസലർ സ്ക്വയർ എന്ന് പറയുന്നത്. ആ സ്റ്റാച്ചുവിൻ്റെ ബാക്കിൽ കാണുന്നതാണ് പ്രാഗ് നാഷണൽ മ്യൂസിയം. വിൻസലർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റോടെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും അവരുടെ ഔട്ട്ലെറ്റൊക്കെ തുറന്നു വച്ചിട്ടുണ്ട്. സോ ഒരു മോഡേൺ ഏരിയ, അതാണ് വിൻസലർ സ്ക്വയർ. ചാൾസ് ബ്രിഡ്ജിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണെന്ന് കേട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലം നോക്കി വന്നതാണ്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കുറേ സീഗളുകൾ, കുറേ താറാവുകൾ, അരയന്നങ്ങൾ, അതൊക്കെ കൂടെ ബഹളമാണ് ഇവിടെ. അങ്ങനെ പ്രാഗിനോട് ബൈ ബൈ പറയാൻ സമയമായി. നാളെ രാവിലെ ഞങ്ങൾ ബ്രാറ്റിസ്ലാവയ്ക്ക് പോവുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഇനി ബ്രാറ്റിസ്ലാവയെ കാണാം. ബൈ ബൈ.